ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഫുഡ് ബിസിനസ്സാണ്. ഇതൊരു ഇമോഷനാണ്, എല്ലാവരും ഒരു ഇമോഷനാണ് ഈ ഫുഡ്. ബിരിയാണി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫുഡാണല്ലോ ബിരിയാണി. പല വെറൈറ്റിയിലും പല ടേസ്റ്റിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ബിസിനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 15,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ റെസ്റ്റോറന്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബിരിയാണി വെച്ചിട്ട്. അപ്പം അത് അങ്ങനത്തെ ഒരു ബിസിനസ് ഐഡിയ ആണ്. എങ്ങനെ നമുക്ക് ബിരിയാണി വെച്ച് മാസം ലക്ഷങ്ങൾ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കും. ഇതിന് ബേസിക് ആയിട്ട് വേണ്ട 6 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് തരത്തിലാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ 6 കാര്യങ്ങളും പോയിന്റ് ചെയ്ത് നോട്ട് ഔട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റത്തേതാണ് കസ്റ്റമർ റിട്ടൻഷൻ. നമുക്ക് എന്തായാലും ആളുകൾ ഇത് അറിയണം. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് വരണം. നമ്മുടെ ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അത് അന്വേഷിച്ച് വരണം. അപ്പൊ നല്ല ടേസ്റ്റിൽ, നല്ല ടോപ്പ് ക്വാളിറ്റി ടേസ്റ്റിൽ തന്നെ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലുള്ള ഒരു തള്ളുവണ്ടി കടയായാലും ആൾക്കാർ ക്യൂ നിന്ന് മേടിക്കും. ഇരിക്കാനുള്ള സീറ്റ് പോലും വേണമെന്നില്ല, ആൾക്കാർ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാനിടയാവും. നല്ല ടോപ്പ് റേറ്റിംഗിൽ തന്നെ നല്ല ടേസ്റ്റിൽ നിങ്ങൾ ബിരിയാണി സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തള്ളുവണ്ടി കടയിലും ആൾക്കാർ വന്ന് ക്യൂ നിന്ന് മേടിക്കും. അപ്പൊ കസ്റ്റമർ റിട്ടൻഷൻ എന്തായാലും അത്യാവശ്യമായിട്ടുള്ള വേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി. ഇപ്പൊ എല്ലാവരും ടേസ്റ്റിനെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് നോക്കണ ഒരു കാര്യമാണ് ക്വാളിറ്റി. നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ കട്ടൗട്ട് ചെയ്ത് അതേപോലെ പോകും. അപ്പൊ ഒരിക്കലും ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാണ്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റാണ് ബിസിനസ് ഓപ്പറേഷൻ. നിങ്ങളുടെ ഷോപ്പിന്റെ ഇൻവെന്ററി മുതൽ സെർവ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പക്ക ഓർഗനൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. നാലാമത്തെ പോയിന്റ് ആണ് കോസ്റ്റ് കൺട്രോൾ. നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാണ്ട് തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോഫിറ്റ് അതിൽ ഏൺ ചെയ്യാനും പറ്റും. അതായത് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസ് ഇല്ലാണ്ട് ഒരു മീഡിയം റേറ്റിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ വരാനും നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാം. അഞ്ചാമത്തെ പോയിന്റ് ആണ് പാക്കേജിങ്. ഇപ്പൊ ആൾക്കാർ നേരിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഇപ്പൊ കൂടുതലായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യണത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ളതും കാണാൻ നല്ല ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അതായത് പുറത്തേക്കൊന്നും ബൾജ് ചെയ്ത് പോകാണ്ടിരിക്കുന്ന രീതിയിലുള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാക്കേജിങ് തന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് ആ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടമാവാൻ അതൊരു കാരണവും. പിന്നെ ഓർഡർ ചെയ്യാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പാക്കേജിങ്ങിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ആറാമത്തെ പോയിന്റ് ആണ് ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ്. ഒരു ഇവന്റ് ഓർഡേഴ്സ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയ ഓർഡേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ നിന്ന് കിട്ടുന്നുള്ള പ്രോഫിറ്റും പിന്നെ അത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് മാർക്കറ്റിങ്ങിനും എത്തിക്കാൻ പറ്റും. അതായത് കൂടുതൽ ആൾക്കാരും ഇത് ടേസ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ് ഓർഡർ ചെയ്തതെന്ന് അന്വേഷിച്ച് വന്ന് പിന്നെയും പ്രീ ഓർഡർ ചെയ്യാനും സാധ്യതയുണ്ടാവും. അപ്പോൾ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്, ബിരിയാണിയുടെ ഒരു ഷോപ്പ് ഇല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓർഡേഴ്സ് വരാൻ നമുക്ക് മാസം ലക്ഷങ്ങൾ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്കതിന് വേണ്ട ഒരു ക്ഷമയും കാര്യങ്ങളെല്ലാതും, കാരണം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വശങ്ങളും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ലൈസൻസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, അതുപോലെ തന്നെ പേക്കർ ലൈസൻസ്. ഇനി അഥവാ നിങ്ങൾ ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് GSTയും ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം.